ഹായ് ഹലോ. സോ വെരി ടേസ്റ്റി മാംഗോ സ്റ്റിക്കി റൈസ്. ബിഫോർ റെസിപ്പി മെയിനായിട്ട് 2 കാര്യങ്ങൾ. ഇതിന് തായ് ഗ്ലൂട്ടിനസ് സ്റ്റിക്കി റൈസ് തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബിരിയാണി റൈസ് അതൊന്നും യൂസ് ചെയ്ത് ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തത് പാന്തൻ ലീവ്സ്, രമ്പയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത്. ഒരു ഫ്രഷ് ന്യൂ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രമ്പയില യൂസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. സോ ഇതാണ് 2 മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഈ റൈസ് ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയോ ഒരു 8 അവർ സോക്ക് ചെയ്യാനിട്ടിട്ട് സ്റ്റീം ചെയ്ത് വേണം എടുക്കാനായിട്ട്. നോർമൽ റൈസ് കുക്ക് ചെയ്യും പോലെ ബോയിൽ ചെയ്യരുത്, സ്റ്റീം തന്നെ ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ദെൻ നമ്മുടെ മെയിൻ ലിക്വിഡ് മിക്സ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്കും ഷുഗറും ഈ രമ്പയിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഈ കോക്കനട്ട് മിൽക്ക് ഒത്തിരി തിക്കാവേണ്ട, ഒരു ലൈറ്റ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്താൽ മതി. ഇനി ഈ റൈസിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കോക്കനട്ട് മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുക. ഒരു ഹാഫ് പോർഷൻ എടുക്കുക, എന്നിട്ടത് ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കുക. ബാക്കി പോർഷൻ ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിൽ കോൺഫ്ലവർ ഒന്നും ഇട്ട് അത് കട്ടിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാവും. ദെൻ നമ്മുടെ മെയിൻ ഐറ്റം മാംഗോ. നമുക്കിവിടെ കിട്ടുന്ന നല്ല മധുരമുള്ള മാങ്ങ യൂസ് ചെയ്യാം. ഞാനിവിടെ അൽഫോൺസ മാങ്ങയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പുളിപ്പുള്ള മാങ്ങ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. തായ് മാംഗോസിൻ്റെ പ്രത്യേകത തന്നെ അവിടെ നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ടാണ് അവർ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാം. നല്ല മധുരമുള്ള കിട്ടുന്ന മാങ്ങ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ തായ്ലാൻഡിലൊന്നും പോണ്ട, വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. സോ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്.